കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് മാത്യൂസ് കേക്ക് കഴിക്കണമെന്ന്. അപ്പോൾ നമ്മൾ അരുണാചൽ പ്രദേശിലാണല്ലോ, അതുകൊണ്ട് തന്നെ കേരളത്തിൽ പോയി തിരുവനന്തപുരത്ത് പോയി മാത്യൂസ് കേക്ക് കഴിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് തന്നെ മാത്യൂസ് കേക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3/4 കപ്പ് മൈദ, 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 നുള്ളു ഉപ്പ്, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് നല്ലതുപോലെ 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വെക്കുക. വേറൊരു ബൗളിലേക്ക് 2 മുട്ട, പഞ്ചസാര പൊടിച്ചത് എന്നിവ ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. അതിനുശേഷം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തതിന് ശേഷം പുളിയില്ലാത്ത 2 സ്പൂൺ തൈര് ചേർക്കണം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ മുട്ട മിക്സിലേക്ക് ചേർത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്യണം. മാവ് കുറച്ച് ടൈറ്റാണെന്ന് തോന്നിയാൽ ചൂടുള്ള പാലൊഴിച്ച് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. അധികം ലൂസാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ എൻ്റെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. മാത്യൂസ് കേക്കിൻ്റെ ബാറ്റർ ഞാൻ കുറച്ച് ഇളം ചൂടുള്ള പാലൊഴിച്ച് കേക്ക് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. എന്നാൽ അധികം ലൂസായി പോകാനും പാടില്ല, സാധാ കേക്കിൻ്റെ പോലെ. ഇനി നമ്മൾ എണ്ണ തടവി വെച്ചിരിക്കുന്ന കേക്ക് മൗൾഡിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് എല്ലാം കളഞ്ഞ് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് 35 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് റെഡിയായി. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിനുള്ള ബട്ടർ ക്രീം റെഡിയാക്കാം. 200 ഗ്രാം ബട്ടറിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും വനില എസൻസും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ ബട്ടർ ക്രീം റെഡിയായി. ഈ ബട്ടർ ക്രീമാണ് മാത്യൂസ് കേക്കിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമ്മളൊന്നുമില്ല തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഈ കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് ഐസിങ് ചെയ്യുക. നമ്മൾ മറ്റേ ക്രീമൊന്നും ചെയ്യുന്ന പോലെ അത്ര പെർഫെക്ഷനിലൊന്നും കിട്ടണമെന്നില്ല. മാത്യൂസ് കേക്ക് കണ്ടാലും അറിയാം അത്ര പെർഫെക്ഷനൊന്നുമില്ല. പക്ഷെ കഴിക്കാനാണ് അത്ര ടേസ്റ്റ്. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ച് നോക്കി, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.